കൊച്ചി പാലാരിവട്ടത്ത് വൻ രാസലഹരി വേട്ടയെന്ന വാർത്ത വരുന്നു. 37 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ 3 പേർ പിടിയിലായിരിക്കുന്നു. റാംഷാ CP ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റാംഷാ, ഇവിടെ നിന്നാണ് ഇത്രയധികം ലഹരി വസ്തുക്കൾ പിടികൂടിയത്? ഒപ്പം ഇതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടോ? കൊച്ചിയിൽ പലയിടത്ത് നിന്നായി അടുത്തിടെ ഇത്തരത്തിലുള്ള രാസലഹരികൾ പിടികൂടുന്നുണ്ടല്ലോ. തീർച്ചയായും വിനീത, കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി രാസലഹരികൾ പോലീസിന്റെ പിടിയിലാകുന്നുണ്ട്. ഡാൻസ് ഓഫ് സംഘവും പോലീസും ഒക്കെ നടത്തുന്ന പരിശോധനകളിൽ ഇത്തരം വലിയ സംഘങ്ങളും വലയിലാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലാരിവട്ടത്തു നിന്നാണ് 37.65 ഗ്രാം MDMA-യുമായി മൂവർ സംഘം പിടിയിലായിരിക്കുന്നത്. ഇതിൽ 2 പേർ യുവാക്കളും ഒരു യുവതിയുമാണ് ഉള്ളത്. അത് 2 പേർ എറണാകുളം സ്വദേശികളും ഒരാൾ കോട്ടയം സ്വദേശിനിയുമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അലൻ ഡേവിഡ്, ഫസീർ നാസർ, നാഫില എന്നിങ്ങനെ 3 പേരാണ് ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ, പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങോട്ട് വലിയ നിലയിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, കൊച്ചിയിലെ ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അതിനുശേഷം ഇങ്ങോട്ട് പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പരിശോധനകൾ കൊച്ചിയിൽ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനെ തുടർന്ന് ദിവസത്തിൽ 1-ലധികം കേസുകൾ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത്. തീർച്ചയായിട്ടും ഇത് കൊച്ചിയിലെ ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസ് നടത്തുന്ന വലിയ ഒരു പരിശോധനകളിൽ ഇത്തരം സംഘങ്ങൾ കുടുങ്ങുന്നുണ്ട് എന്നത് വലിയൊരു ആശ്വാസകരമാണ്. ഇത്തരത്തിലുള്ള വലിയ ലഹരി വേട്ടകൾ ഉണ്ടാകുന്നത്. റാംഷാ CP ആണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടിന്റെ മോട്ടോയും അത് തന്നെയാണ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നത് തന്നെയാണ്. ഇത്തരം രാസലഹരികൾക്കെതിരായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.